അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകിയ റബ്ബിന് നമ്മൾ സ്തുതി അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നോമ്പും നമസ്കാരവും ദാനധർമ്മങ്ങളും എല്ലാം നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മുതൽക്കൂട്ടാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്, മരണം ഉറപ്പായി കഴിയുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന നമുക്കൊക്കെ, നമ്മുടെ വീട്ടിലാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അടുത്താണെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നാമത്, മരിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആദ്യം എന്താണ് മരിച്ചു എന്നതിന്റെ അടയാളങ്ങൾ എന്നത് നമ്മൾ നോക്കുക. പലപ്പോഴും പല രൂപത്തിലുള്ള അടയാളങ്ങൾ, ചിലർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞുകൊള്ളണമെന്നുമില്ല. അതൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. ചിലരൊക്കെ പറയാറുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാറുള്ള ചില കാര്യങ്ങളാണ്, മൂക്ക് ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട്, ഈ മൂക്കിന്റെ പാലം ഒരു വലത്തോട്ടോ ഇടത്തോട്ടോ ചെറുതായിട്ടൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു പോവുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാലിന്റെ പൊറാടി ഭാഗങ്ങള്, നെരിയാണിക്ക് താഴെയുള്ള ഭാഗമുണ്ടല്ലോ, അതൊരല്പം അങ്ങോട്ട് നമ്മുടെ ഒരു പിടുത്തം ഇങ്ങനെ വിട്ടാലുണ്ടാകുന്ന ഒരു അയവുണ്ടല്ലോ, ആ ഒരു അയവ് സംഭവിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ താട, ഇതൊക്കെ ചില ഭാഗത്തേക്ക് ചെരിഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ കവിള് ഇങ്ങനെ ഈ തുറച്ചു നിൽക്കുന്നത് ഒരല്പം ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നത്, ഇങ്ങനത്തെ ചില ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് പറയാറുള്ളത്. എന്നാൽ ഇതൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് വളരെ നിരീക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. എന്തു തന്നെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അങ്ങനത്തെ വല്ല സംശയവും ഉണ്ട് എങ്കിൽ, സംശയമുള്ളത് മാത്രം നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് ഒന്ന് ലൈറ്റ് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ജീവനുള്ള അവസ്ഥയിലാണ് എങ്കിൽ, മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ, ശരിക്കും ആ ഒരു കണ്ണിന്റെ പോളയിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പിന്നെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലക്ഷണമാണ് കണ്ണ് മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ അത് മരണത്തിന്റെ അവസാനത്തെ ഒരു സ്റ്റേജായിട്ട് നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു രൂപമായിക്കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എന്തു തന്നെയായാലും ഒരാളുടെ മരണം നമ്മൾ ഉറപ്പാക്കുന്ന ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നാണ്. പലപ്പോഴും നമ്മൾ ആ മരണത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു വെപ്രാളത്തിലൊക്കെ, അദ്ദേഹത്തിന് മരണവെപ്രാളം, നമ്മളത് കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില ഒരു പ്രയാസം, അതില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പലപ്പോഴും വിട്ടുപോകും ചിലരൊക്കെ. അപ്പൊ എന്ത് ചെയ്യണം? വേഗത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രവർത്തനം. രണ്ട് കണ്ണിന്റെ പോളകളും തമ്മിൽ അടച്ചു പിടിക്കുക, രണ്ട് വിരലുകൾ കൊണ്ട് ഇങ്ങനെ അടുത്ത് പിടിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് കണ്ണും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കണ്ണുകളും ഇങ്ങനെ പൂട്ടിപ്പിടിച്ചതിന് ശേഷം, ചില കാര്യങ്ങൾ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു. ഒരാൾ മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആത്മാവ് പോകുന്നതിനനുസരിച്ച്, മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനനുസരിച്ച് അവന്റെ കണ്ണ് അതിനെ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആ വിവരം കേട്ടപ്പോ അവർ മനസ്സിലാക്കുകയാണ് ഇയാൾ മരണപ്പെട്ടു. അപ്പൊ അവരാകെ കൂടി വെപ്രാളപ്പെട്ട് കരയാനും ഇതൊക്കെ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്കെതിരെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വബോധമില്ലാത്ത സംസാരം നിങ്ങൾ ഈ സമയത്ത് നടത്താൻ പാടില്ല. നല്ലത് പറയുക. കാരണം ഫഇന്നൽ മലായിക യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന കാര്യത്തിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്.
നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് നബി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലെ, നമുക്കും ആ പ്രാർത്ഥന പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കണ്ണ് പൂട്ടിക്കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹുമ്മ ഗഫിർ ലി അബി സലമ, അബൂ സലമക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ. അപ്പൊ ഒരു മോനാണ് ഇത് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ മക്കൾ ഒരുമിച്ചും ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ചൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പറയാം, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി, അല്ലാഹുമ്മ ഗഫിർ ലി അബി, അല്ലാഹുമ്മ ഗഫിർ ലിബിനി എന്ന് പറഞ്ഞിട്ട് എന്റെ മോനക്ക് നീ റബ്ബെ പുറത്തു കൊടുക്കണേ. നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഈ പ്രാർത്ഥന അറിയില്ല എങ്കിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പഠിച്ചു വെക്കണം ഇത്തരം പ്രാർത്ഥനകളൊക്കെ. എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, ആർക്ക്? ആ പേര് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, ഉന്നതന്മാരുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തണമേ. വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ കുട്ടികൾ, അവർക്ക് ആരുമില്ല ഇനി, അതുകൊണ്ട് അവർക്ക് നല്ലൊരു പകരക്കാരനെ നൽകണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, റബ്ബേ റബ്ബുൽ ആലമീനെ ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു തരണമേ. വഫ്സഹു ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും അതിൽ നീ പ്രകാശം ചൊരിയുകയും ചെയ്യണമേ എന്ന നല്ല ഒരു പ്രാർത്ഥന മരിച്ച ആളുകൾക്കൊക്കെ നമുക്ക് നൽകാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രാർത്ഥനകളാണ്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ അവർക്ക് വേണ്ടി നൽകുക. ഇത് കണ്ണടച്ചു കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന തന്നെ നമ്മളൊരു മരണം കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നമ്മൾ ആ മരിച്ച മയ്യത്തിനെ കാണുമ്പോൾ ഇതൊരു ചടങ്ങായിട്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറുള്ളത്. അവിടെ ഇങ്ങനെ പോയി ഒന്നും കണ്ട് തിരിഞ്ഞു വന്ന് ആ തിരിയുന്ന സമയത്ത് മയ്യത്ത് കാണുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കാര്യമല്ല. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു എത്ര ആളുകൾ അവിടെ കണ്ടുപോകുന്നുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഇദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും അതിൽ പ്രകാശം ചൊരിയുകയും ചെയ്യണേ, അദ്ദേഹത്തിന് ഞങ്ങൾക്കും നീ പുറത്തു തരണേ, അദ്ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തണമേ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇനി ആരുമില്ല, അവർക്ക് നീ നല്ല ഒരു പകരക്കാരനെ നൽകണമേ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുകളെ ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ആ കണ്ണടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞല്ലേ, കണ്ണടച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ താടി ഒന്ന് കെട്ടിക്കൊടുക്കണം. അതെന്തിനാണ്? അത് താടി കെട്ടാൻ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടല്ല, ഒരു മയ്യത്തിനെ വളരെ ആദരിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ആ മയ്യത്തിന്റെ വായ തുറന്നു കിടന്ന് പല്ലും നാവും തുറന്നു കിടന്ന് നാവൊരു ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കാൻ ഒരിക്കലും പാടില്ലല്ലോ. ആ മയ്യത്തിനോടുള്ള ഇക്റാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വായ പൂട്ടി ചുണ്ടൊക്കെ ഒന്ന് അടുപ്പിച്ചു പിടിച്ച് ഒരല്പം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കെട്ടുകയാണ് വേണ്ടത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് പുറത്തേക്ക് വരൂല, പല്ലുകൾ പുറത്തേക്ക് കാണൂല, ചുണ്ടുകൾ പുറത്തേക്ക് കാണൂല, ഒരല്പം ഇങ്ങനെ അടുപ്പിച്ചു പിടിച്ചാൽ മതി. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ കാലുകളും കൂടി ഒന്ന് അടുപ്പിച്ചു വെച്ച് വേണമെങ്കിൽ ഒന്ന് ആ രണ്ട് വിരലുകളും കൂടി കൂട്ടിയിട്ട് തള്ളവിരലുകളും കൂട്ടി ഒന്ന് കെട്ടണമെങ്കിൽ കെട്ടാം, അല്ല എങ്കിൽ അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാം. ഒരല്പം കാലൊക്കെ അങ്ങോട്ട് വൈഡായി പോയിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, അപ്പോ മരിക്കുന്ന സമയത്ത് ധരിച്ച വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം ഒന്നാണ്ട് മാറ്റിയിട്ട് വേറെ മാറ്റുന്നതിന് മുമ്പ് നല്ല ഒരു വസ്ത്രം കൊണ്ട്, നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രം കൊണ്ട് തലയും കാല് വരെ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ടാണ്ട് പുതപ്പിക്കുക. അങ്ങനെ പുതപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഭാഗത്തേക്കുമായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് തിരികെ വെച്ചതിന് ശേഷം ആദ്യം ഉടുത്തിരുന്ന വസ്ത്രം ഉണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് ഉടുത്തിരുന്ന വസ്ത്രം, ആ വസ്ത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക. കാരണം ഒരു പക്ഷേ മരിക്കുന്ന സമയത്ത് അതിൽ മൂത്രമോ അതല്ലെങ്കിൽ മറ്റു വല്ലതുമൊക്കെ ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആ മരണവെപ്രാളത്തിൽ. അതുകൊണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് തുടച്ച് ഇങ്ങോട്ട് മാറ്റി എടുത്തു വെക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇഹ്റാമിലുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ ഈ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ വളരെ പ്രായപ്പെട്ട ആളുകളും രോഗമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു മരണം സംഭവിക്കുന്നത് എങ്കിൽ
അവർ ഇഹ്റാമിലാണെങ്കിൽ ഒരിക്കലും അവരുടെ തലയും മുഖവും മറച്ചു കൊടുക്കരുത്. ബാക്കിയുള്ള ഭാഗേ മറക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരല്പം ഉയർന്ന സ്ഥലത്ത് മണ്ണില് തറയിൽ ഇങ്ങനെ കിടന്നാൽ ഒരു പക്ഷെ വേഗത്തിൽ തണുത്തു പോകും മയ്യത്ത് എന്നതുകൊണ്ട് ഒരല്പം മുകളിലേക്ക് ഉയർത്തി വെക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല, 4 മദ്ഹബുകളും ഈ ഒരു മയ്യത്തിനോടുള്ള ആദരവ് എന്ന നിലക്ക് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അഥവാ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്നതാണ്. മയ്യത്തിനോടുള്ള ഒരു ആദരവ് എന്ന നിലക്ക് താഴെ കിടത്താതെ ഒരല്പം മുകളിലേക്ക് കട്ടിലിലോ അല്ലെങ്കിൽ ഉയർന്ന തറയിലേക്കോ ഒക്കെ കിടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു കിടത്തുമ്പോഴും കൈയൊന്ന് മാറ്റി വെക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് എളുപ്പമാകണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യെ എന്ത് ചെയ്യണം, നമ്മളെ ഈ കൈ വിരലുകളൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇടക്കിടക്ക് തുടക്കത്തിലും അതിനുശേഷവും ഇടക്കിടക്കൊക്കെ ഒന്ന് വിരലുകൾ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. അതേപോലെ കൈയൊന്ന് ഇങ്ങോട്ട്, ഈ കൈയൊന്ന് മുട്ട് ഇങ്ങോട്ടാക്കിയിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മുകളിലേക്കാക്കി, ഇതേപോലെ തന്നെ താഴോട്ട്. അതേപോലെ തന്നെ കാലൊന്ന് മുട്ടിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് താഴോട്ട് മടക്കി ആ 2 ഭാഗം കൂടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്ന് മദ്ഹബിന്റെ പണ്ഡിതന്മാരും മറ്റുമെല്ലാം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്തിനാണ്? മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രയാസം, ഇതിങ്ങനെ ഒരു ഒന്നായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് കിടക്കാൻ പാടില്ല. മറിച്ച് നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് തിരിച്ചു കിടത്തുമ്പോഴൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു മരിച്ച ഉടനെ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നാണ്, മയ്യത്ത് കിടത്തുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് കനമുള്ള ഒരു ചാവി കൂട്ടമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചെറിയ ഒരു കനമുള്ള ഒരു വസ്തു വയറ്റത്ത് വെച്ചു കൊടുക്കണമെന്ന്. കാരണം വയറ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം, കുറച്ച് കനമുള്ള ഒരു സാധനം എന്തെങ്കിലും അവിടെ വെച്ചാൽ വയറ് മുകളിലേക്ക് പൊങ്ങൂല. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ മയ്യത്തിനെ ഒരു ആദരവോടുകൂടി മയ്യത്തിനെ ഒരാൾ വന്ന് കാണുന്ന സമയത്ത് ഒരു മോശപ്പെട്ട രീതിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നാവ് കടിച്ചു പിടിച്ച് അതേപോലെ തന്നെ പല്ല് തുറന്നു വെച്ച് അങ്ങനെയൊക്കെ കാണുന്നത് ഒരിക്കലും പാടില്ലല്ലോ. അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ മരിച്ച വ്യക്തികളോട് വളരെ ആദരവോടുകൂടി പെരുമാറുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് തെറ്റൊന്നും കൂടാതെ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.